ഹലോ മച്ചാമാരെ, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നെന്മാറ വില കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറിയത്. കണ്ടില്ലേ, നെന്മാറയിലോട്ടുള്ള എല്ലാ ബസ്സും ഭയങ്കര ഫില്ലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഓർഡിനറി സിനിമയിൽ ബിജുമേനെ പോലെ റൈബൺ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ കുതിരാൻ ടണലൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നെന്മാറ വിലയ്ക്ക് ഇത്തവണ 2000 കിലോയുടെ വെടിക്കെട്ടിനുള്ള പെർമിഷനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ബസ് ഇറങ്ങി നമ്മളൊരു 3 കിലോമീറ്റർ നടക്കാനാണ് കേട്ടോ. പോലീസ് ബാരിക്കേഡൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ ചെറിയൊരു മഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നടന്നത്. ഇപ്പോൾ നെന്മാറ ദേശത്തിൻ്റെ പന്തലിൻ്റെ ചൂട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. നെന്മാറ ദേശക്കാരുടെ പന്തലാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഭയങ്കര സെറ്റപ്പാണ് പന്തൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുതുപ്പള്ളി കേശവൻ തിടമ്പ് വെച്ചിട്ട് പന്തലിലോട്ട് നടന്നു വരുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഭയങ്കര ജനം എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് കാണാൻ വേണ്ടി എല്ലാവരും അവിടെ നിന്നിട്ട് തിക്കും തിരക്കിലാണ് നിൽക്കുന്നത്. ഒന്ന് വീണ് കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ അതുപോലെ ജനമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നെന്മാറ ദേശത്തിൻ്റെ പന്തൽ. തൊട്ടപ്പുറത്ത് തന്നെ വല്ലങ്ങിക്കാരുടെ പന്തലും കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇത്തവണ വല്ലങ്ങിക്കാരുടെ പന്തലാണ് ഏറ്റവും അടിപൊളിയായിരിക്കുന്നത്. കാരണം ലൈറ്റ് ഇങ്ങനെ തന്നെ ഭയങ്കര ആനിമേഷനാണ് കാണുന്നത്. Kalashnikov! അങ്ങനെ വെച്ചാൽ 2 ദേശക്കാരുടെയും വെടിക്കെട്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാം. വെടിക്കെട്ടല്ലായിരുന്നു, 2000 കിലോയുടെ ബോംബായിരുന്നു അവിടെ ഇട്ട് പൊട്ടിച്ചുകൊണ്ടിരുന്നത്. ഭൂമിയൊക്കെ കുലുങ്ങി നമ്മുടെ ചെവിയുടെ പരുപ്പൊക്കെ ഇളകിയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത്തവണത്തെ നെന്മാറ വേല നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ കമൻറ്റ് ചെയ്യുക.